അപ്പോൾ വെഡ്ജസ് വെഡ്ജസിൻ്റെ ഫ്രിക്ഷനെ കുറിച്ചാണ് ഞാൻ അടുത്ത പറയുന്നത്. അപ്പോൾ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അധികം ചവിട്ടി തിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് പോവാം. വെഡ്ജസ് ആർ സ്മാൾ പീസസ് ഓഫ് മെറ്റീരിയൽസ് വിത്ത് ട്രയാങ്കുലർ ഓർ ട്രാപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ. ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷനുള്ള മെറ്റീരിയൽസ് ആണ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ദ ഹെവി വെയ്റ്റ്സ്. നമ്മൾ സാധാരണ ഹെവി വെയ്റ്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ഈ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഹെവി വെയ്റ്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബോഡിയുടെ പൊസിഷൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെഡ്ജസ് ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പം കഥ അടയ്ക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ആപ്പടിച്ച് കയറ്റത്തില്ലേ, അതുപോലെ ഇരിക്കുന്ന സാധനം വെഡ്ജ് വെച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പോൾ ഇതിൽ വെഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദ വെഡ്ജ് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലക്റ്റഡ്, അല്ലെങ്കിൽ ഓൾവേസ് നെഗ്ലക്റ്റഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബിക്കോസ് എന്താണ്, കമ്പയർഡ് ടു ദിസ് വെയിറ്റ് ഓഫ് ദ ബോഡി, ആ ബോഡിയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോഡി വളരെ വളരെ ഹയർ വെയിറ്റ് ഉള്ള ഒരു ബോഡി ആയിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെഡ്ജിൻ്റെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഓഫ് ദി വെഡ്ജ് എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നോർമലി നമ്മൾ ഈ വെഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. വെഡ്ജാണ് അവിടെ മൂവ്മെൻ്റ് ഉള്ള സാധനം. അതിനനുസരിച്ച് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ലിഫ്റ്റ് ആവും. ഈ വെഡ്ജ് ഇങ്ങോട്ട് കയറും തോറും ബോഡി എന്ത് ചെയ്യും, മുകളിലേക്ക് ലിഫ്റ്റ് ആവും. അപ്പോൾ രണ്ടിനും മോഷനുണ്ട്. ബോഡി മുകളിലേക്ക് പോകുന്നു, വെഡ്ജ് എന്ത് ചെയ്യുന്നു, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വെഡ്ജ്, ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ അറിയണം. അപ്പോൾ ഇതാണ് വെഡ്ജ് എന്നേ ഉള്ളൂ. നമുക്ക് ഇതിന് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് ഇപ്പോൾ വെഡ്ജിൻ്റെയും നമ്മുടെ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം എനിക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സംഭവം പിടിച്ചൊരു അല്ലെങ്കിൽ വിഷമം പിടിച്ചൊരു പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു എന്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്, ഈ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ വെഡ്ജ് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്ത് വരച്ചു. കാര്യം ആ വെഡ്ജിൻ്റെ തന്നെ ആദ്യം വരയ്ക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെഡ്ജിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെഡ്ജാണ് ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ആൽഫയാണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ആൽഫയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റിയാക്ഷൻസ് എവിടെയൊക്കെ വരും. ഇപ്പോൾ രണ്ട് റിയാക്ഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ഒരു റിയാക്ഷൻ വരും, ഈ ഒരു പോയിന്റിൽ റിയാക്ഷൻ വരും, ഈ ഒരു പോയിന്റിൽ റിയാക്ഷൻ വരും. അപ്പോൾ 3 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ കോൺടാക്ട് പോയിന്റ് 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ കോൺടാക്ട് പോയിന്റ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 3 സർഫസ് കോൺടാക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ബോഡിയും ഈ ഫിക്സഡ് സർഫസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന 1 എന്ന് പറയുന്ന പോയിന്റ്, ഈ ബോഡിയും നമ്മുടെ വെഡ്ജുമായിട്ട് കോൺടാക്ട് വരുന്ന 2 എന്ന് പറയുന്ന പോയിന്റ്, ഈ വെഡ്ജും നമ്മുടെ ഈ സർഫസ് താഴത്തെ ഹോറിസോണ്ടൽ സർഫസുമായിട്ട് കോൺടാക്ട് വരുന്ന 3 പോയിന്റ്. ഈ 3 സ്ഥലത്തും എന്തുണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഇവിടുത്തെ റിയാക്ഷൻ ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും അവിടെ R1 എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. ഈ 2 എന്ന് പറയുന്ന പോയിന്റിലും റിയാക്ഷൻ ഉണ്ടാവും. അത് വെഡ്ജിലേക്കും ഉണ്ടാവും, ആ ബോഡിയിലേക്കും ഉണ്ടാവും. നമ്മൾ ഏത് ബോഡിയാണ് എടുക്കുന്നത്, വെഡ്ജാണോ ബോഡിയാണോ എടുക്കുന്നത് അനുസരിച്ച് എൻ്റെ റിയാക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ സർഫസിൽ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ആ ബോഡിയിലേക്ക് ആ വെഡ്ജിലേക്ക് എന്തുണ്ടാവും, R3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ റിയാക്ഷൻ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് മാർക്ക് ചെയ്തു. പിന്നെ വെയിറ്റ് നമുക്ക് വെഡ്ജിന് ഇല്ല അല്ലേ, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, അതുകൊണ്ട് വെയിറ്റ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ റിയാക്ഷൻസ് അറ്റ് പോയിന്റ് 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിലെ റിയാക്ഷൻ ഞാൻ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടുവാർഡ്സ് ദാറ്റ് ബോഡി അല്ലേ, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ടുവാർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും R2 എന്ന് പറയുന്ന റിയാക്ഷൻ അവിടെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ 3 എന്ന് പറയുന്ന പോയിന്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ദാറ്റ് ബോഡി, അവിടെ എന്തുണ്ട്, R3 എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്. ഇനി നമുക്ക് ഇതിന് ഇൻക്ലിനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ഇൻക്ലിനേഷൻ ഒക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ടി വരും. എന്താണ് ഇൻക്ലിനേഷൻ, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇവിടെ ആൽഫയാണ്, ഇവിടെ ഇൻക്ലൈൻഡ് ആംഗിൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ R2 എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതും ആൽഫ തന്നെ ആയിരിക്കും. ഞാനത് പറയേണ്ട കാര്യമല്ല, ഈ ആംഗിളും ആൽഫ തന്നെ ആയിരിക്കും. എങ്ങനെ കിട്ടിയ ആൽഫയാണെന്ന്, ഇത് നമുക്ക് എന്താണെന്ന് അറിയാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ 90 മൈനസ് ആൽഫയാണ് അല്ലേ. അപ്പോൾ ഇത് 90 മൈനസ് ആൽഫ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 90 മൈനസ് ആൽഫ ആയിരിക്കുമല്ലോ. ഇത് 90 മൈനസ് ആൽഫയാണ്. ഇത് മൊത്തത്തിൽ എന്ത് വരണം, 90 വരണം. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായേ പറ്റൂ, ആൽഫയായി പറ്റൂ. അപ്പോൾ ആൽഫ പ്ലസ് 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത്, ആൽഫ പ്ലസ് 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 90 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ 90 കിട്ടും. അപ്പോൾ അല്ലെങ്കിലും നമ്മൾ നേരത്തെ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻക്ലൈൻഡ് സർഫസിലുള്ള പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ആ ഇൻക്ലൈൻഡ് സർഫസിലുള്ള പെർപെൻഡിക്കുലർ വെർട്ടിക്കലുമായിട്ട് എപ്പോഴും എന്ത് തന്നെയായിരിക്കും മേക്ക് ചെയ്യുന്നത്, ആ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ തന്നെയായിരിക്കും മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം കണ്ണു അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ R2 എന്ന് പറയുന്ന വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തെന്ന് എഴുതാം, ആൽഫ എന്ന് എഴുതാം. ഇനി ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. ടെൻഷനൊന്നും ഇവിടെ ഇല്ല. നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വേണ്ട ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്.
ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ മാർക്ക് ചെയ്യും? വെഡ്ജ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? പി എന്ന് പറയുന്ന ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ വെഡ്ജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെഡ്ജ് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആ സർഫസിൽ, കോൺടാക്ട് സർഫസിലാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് കോൺടാക്ട് സർഫസസ് ഉണ്ട്, ഒന്ന് ഈ ഒരു സർഫസ് ഉണ്ട്, ഒന്ന് ഈ ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സർഫസിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിലെ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി അഗെയിൻസ്റ്റ് the direction, opposed to the direction, and it will be from left to right. ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ഇൻറ്റു അവിടുത്തെ നോർമൽ റിയാക്ഷൻ R3 ആയതുകൊണ്ട് മ്യൂ ഇൻറ്റു R3 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്കറിയാം. ഇനി ഈ ഒരു കോൺടാക്ട് സർഫസിലെ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കോൺടാക്ട് സർഫസിലെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതേ വഴി തന്നെയാണ്, ഇത് ലെഫ്റ്റിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്, വിച്ച് വിൽ ബി ലൈക്ക് ദിസ്. ഈ ഒരു ഡയറക്ഷൻ വരും, ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു എന്തായിരിക്കും? R2. ഏത് സർഫസിലും മ്യൂ മാറാം. ഇപ്പോൾ ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം മ്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിലെ മ്യൂ ആയിരിക്കണമെന്നില്ല ഈ ഒരു സർഫസിലെ മ്യൂ. ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്. ഇനി ഇതിനൊരു ഇൻക്ലിനേഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ആ ഇൻക്ലിനേഷനും എന്ത് തന്നെയായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഈ ആംഗിൾ ആൽഫയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? ആൾട്ടർനേറ്റീവ് ആംഗിൾസ്. അതായത് ഇത് രണ്ട് പാരലൈൻസ് എന്താണ്, ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ആംഗിൾ ആൽഫ ആണെങ്കിൽ ഇത് എന്ത് തന്നെയാണ്? ആൽഫ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രശ്നമൊന്നുമില്ല. ഇനി അതേപോലെ ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു W വെയിറ്റ് ഉള്ള നമ്മൾ വെഡ്ജ് ഏത് ബോഡിയുടെ ഈ ബോഡീനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബോഡിയുടെ ക്രോസ് സെക്ഷൻ ഞാനിങ്ങനെ വരച്ചു. ആ ബോഡിക്ക് എന്തുണ്ട്? ഓൾറെഡി ഒരു വെയിറ്റ് ഉണ്ട്. W എന്ന് പറയുന്ന ഒരു വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെ റിയാക്ഷൻ വരും? ഇവിടെയും റിയാക്ഷൻ വരും, ഇവിടെയും റിയാക്ഷൻ വരും. ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുടച്ചുകൊണ്ട് മാർക്ക് ചെയ്യുക, ആ ബോഡിയിലേക്ക് തന്നെയുള്ള റിയാക്ഷനാണ്. ദിറ്റ് ഈസ് R1. ഈ ഒരു സർഫസിലെ റിയാക്ഷൻ R2. ഇവിടെ നമ്മൾ R2 മാർക്ക് ചെയ്തു ടുവാർഡ്സ് ദാറ്റ് ബോഡി. നമ്മൾ വെഡ്ജിലേക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്? R2 മാർക്ക് ചെയ്തത്. പക്ഷേ ഇവിടെയും ആ ഒരു പോയിന്റ് 2 കോമൺ ആണ്. അപ്പോൾ ഈ ബോഡിയിലേക്കാണ് ഇവിടെ എന്ത് വരേണ്ടത്? R2 എന്ന് പറയുന്ന റിയാക്ഷൻ വരേണ്ടത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. R2 ആ ബോഡിയിലേക്ക് വരും, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സസ് മാർക്ക് ചെയ്യേണ്ടത്. ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഈ വെഡ്ജിൽ കേസിൽ നമ്മൾ നോക്കേണ്ടത് രണ്ട് സർഫസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ കോൺടാക്ട് സർഫസ് ആണ്. ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ ഞാൻ വേറെ ഒന്നും ചെയ്യേണ്ട. കാര്യം ഓൾറെഡി വെഡ്ജിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണോ അതുമായിട്ട് കോൺടാക്റ്റിലിരിക്കുന്ന സർഫസ് ആയതുകൊണ്ട് വെഡ്ജിൻ്റെ സർഫസിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണോ മാർക്ക് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ സർഫസിൽ അതിൻ്റെ എന്ത് ചെയ്യുന്ന ഈ R2 കൊണ്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു R2 വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത കാര്യമാണ്? പറഞ്ഞ കാര്യമാണ്. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത കാര്യമാണ്? പറഞ്ഞ കാര്യമാണ് ആ ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർഫസിലെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇവിടെ മാർക്ക്ഡായി. ഇനി ഇവിടെ ഒരു സർഫസ് ഉണ്ടല്ലോ, അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ്. ഈ വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഈ വെയിറ്റ് എന്താ സംഭവിക്കുന്നത്? ഈ ബോഡി അങ്ങോട്ടേക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ആവുന്നത് അല്ലേ? ഈ ബോഡിയുടെ മോഷൻ വെച്ചിട്ടേ നമുക്ക് ഇവിടെ പറയാൻ പറ്റൂ. അല്ല അവിടെ വേറെ ഫ്രിക്ഷൻ ഫോഴ്സ് ഒന്നും പറയാൻ വേറെ ബോഡിയൊന്നും അവിടെ ഇല്ല, ബോഡിക്ക് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ സർഫസിൽ ഈ ബോഡി എന്താണ്? മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അതായത് ആ ബോഡി മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. വെഡ്ജ് അടിച്ച് കയറ്റുമ്പോൾ ഈ ബോഡി വിൽ ബി മൂവിങ് അപ്വാർഡ്സ്. ദെയർഫോർ ദ friction force will be against the direction of motion. That is it will be vertically downwards. അത് താഴേക്ക് വരും. ഇവിടുത്തെ റിയാക്ഷൻ R1 ആയതുകൊണ്ട് മ്യൂ ഇൻറ്റു R1 ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ്. മ്യൂ എല്ലാ സ്ഥലത്തും കോമൺ ആവണമെന്നില്ല, കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ഇവിടുത്തെ മ്യൂ എന്താവാം? ഡിഫറൻ്റ് ആവാം. ഇനി നമുക്കിവിടെ ഇൻക്ലിനേഷൻ വരുന്നത് ഏതൊരു സർഫസിന് മാത്രമാണ്? നമ്മുടെ ഈ ഒരു സർഫസിൽ ഇവിടെ ഉള്ള രണ്ട് ഇൻക്ലിനേഷൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഈ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർഫസിൽ പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന സാധനം വെർട്ടിക്കലി മേക്ക് ചെയ്ത ആംഗിൾ എന്ത് തന്നെയായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. അത് നമുക്കറിയാം. ഇനി അടുത്ത ഈ ഒരു സാധനത്തിന് ഇൻക്ലിനേഷൻ, ഈ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ആൽഫ ആണെങ്കിൽ ഇത് എന്താണ്? ആൽഫ തന്നെയാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? ഇതേ ആംഗിൾ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്ന ഒരേ ലൈൻ, അതിനെന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അതും എന്ത് തന്നെയായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുത്തെ രണ്ട് ആൽഫാസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രമായിട്ട് എടുത്ത് നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇതേ സാധനം തന്നെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് P. വി ഹാവ് ടു ഫൈൻഡ് P on the 10 degree wedge. That means 10 degree ആണ് വെഡ്ജ് എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഷോൺ ഇൻ ഫിഗർ. ടു റൈസ്
1500 ന്യൂട്ടൺ. അപ്പം ഈ ന്യൂട്ടൺ മുകളിലേക്ക് പോകണം, ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യണം. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3 ഫോർ ഓൾ കോൺടാക്ട് സർഫസ്, ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയും തന്നിട്ടുണ്ട് 0.3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രീ ബോഡി ഡയഗ്രംസ് വരയ്ക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ ഇവിടെ വരയ്ക്കുന്നു. വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നതിന് മുമ്പ് ഇട്ടായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കോൺടാക്ട് സർഫസസ് ഒക്കെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കോൺടാക്ട് സർഫസ് എന്ന് പറയുന്നത് 1 എന്ന് എടുത്ത് വെച്ചു, ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് 2 എന്ന് എടുത്ത് വെച്ചു, ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് 3 എന്ന്. ഈ 3 സ്ഥലത്ത് റിയാക്ഷൻ ഉണ്ട്, 3 സ്ഥലത്തും എന്തും വരും, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബോഡിയിലേക്ക് എന്ത് ആക്ട് ചെയ്തു, പി എന്ന് പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് വന്നു. ആ ബോഡിക്ക് വെയിറ്റ് നമ്മൾ കൊടുക്കില്ല വെഡ്ജ് ആയതുകൊണ്ട്. ഇവിടെ 10 ഡിഗ്രി ഇൻക്ലിനേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺടാക്ട് സർഫസിൽ റിയാക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു R3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വരും, ദാറ്റ് ഈസ് R3. ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേഴ്സ് ദാറ്റ് വെഡ്ജ് ആൻഡ് സോറി അത് 2 അല്ലേ, ഇത് 2 ആണല്ലേ. അപ്പോൾ ഇത് R2 ആണ്. ഇനി ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ ആ ബോഡിയിലേക്ക് 3 എന്ന് പറയുന്ന സർഫസിൽ ഒരു റിയാക്ഷൻ വരും. ഈ റിയാക്ഷൻ വരുന്ന രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് ഫ്രിക്ഷൻ ഫോഴ്സ് വേണം. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു സർഫസിലും. അപ്പോൾ രണ്ട് സ്ഥലത്തെ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടി, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ്. ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് R3, ദറ്റ് ഈസ് 0.3 ഇൻറ്റു R3. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.3 ഇൻറ്റു എന്തായിരിക്കും, R2 ആയിരിക്കും. ഇനി ഈ റിയാക്ഷൻസിൻ്റെ എല്ലാം നമുക്ക് എന്ത് വേണം, ഇൻക്ലിനേഷൻ. വി ഹാവ് ടു നോ ദ ഇൻക്ലിനേഷൻസ്. ആ ഇൻക്ലിനേഷൻസ് വെച്ചിട്ടേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ, നമുക്ക് ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് ഇവിടെ ഫ്രീ ബോഡി ഈ ഫോഴ്സസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് വരച്ച് തരാം. ഫസ്റ്റ് നമുക്ക് പി എന്ന് പറയുന്ന ഒരു ഹോറിസോണൽ ഫോഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആയിട്ട് എടുത്തു. അപ്പോൾ അത് ഹോറിസോണൽ ഫോഴ്സ് ആണെങ്കിൽ പി വിൽ ബി ലൈക്ക് ദിസ്. പി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. R3 മുകളിലേക്കാണ്. അപ്പോൾ R3 എന്ന് പറയുന്നത് മുകളിലേക്ക്, R3 വെർട്ടിക്കലി അപ്വാർഡ്. പിന്നെ അടുത്ത എന്താണ് മ്യൂ R3 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ മ്യൂ R3 0.3 ഇൻറ്റു R3 എന്ന് പറയുന്നത് ഹോറിസോണൽ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തൊക്കെ ഞാൻ മാർക്ക് ചെയ്തു, പി മാർക്ക് ചെയ്തു, R3 മാർക്ക് ചെയ്തു, മ്യൂ R3 മാർക്ക് ചെയ്തു. ഇനി R2 എന്തായിട്ട് വരുന്നു, R2 എന്ന് പറയുന്ന സാധനം ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് R2 ഈസ് ഇൻക്ലൈൻഡ്. പിന്നെ അടുത്ത മ്യൂ R2 എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ മ്യൂ R2 നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിൽ ഇൻക്ലൈൻഡ് ആയിട്ട് എന്ത് വരയ്ക്കാം, 0.3 R2 ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് ഇനി എന്തായിട്ടുള്ളത്, നോണായിട്ട് വേണ്ട. ഈ ഒരു ആംഗിളും വേണം, ഈ ഒരു ആംഗിളും വേണം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 10 ഡിഗ്രി ആണെന്നുണ്ട്. അപ്പോൾ ഇത് 10 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, ഇത് 10 ആണെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഇതും എത്ര തന്നെയാണ്, 10 ഡിഗ്രി തന്നെയാണ്. അപ്പം 0.3 R2 എന്ന് പറയുന്നത് ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ഹോറിസോണലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 10 ഡിഗ്രിയാണ്. ഇനി ഇത് നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഇതാണ് എടുക്കുന്ന കാര്യം ഇത് ഇൻക്ലിനേഷൻ 10 ആണെങ്കിൽ ആ ഇൻക്ലൈൻഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് വെർട്ടിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്നത് എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 10. അപ്പോൾ ഈ ആംഗിൾ എടുക്കേണ്ട, ഈ ആംഗിൾ 10 ആയിട്ട് അങ്ങ് എടുക്കുക. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 - 10 എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു സാധനത്തിൽ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്, അൺനോൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ, പി അൺനോൺ ആണ്, R3 അൺനോൺ ആണ്, R2 അൺനോൺ ആണ്. അപ്പോൾ 3 ഫോഴ്സസ് അവിടെ എന്തായിട്ട് വരുന്നു, അൺനോൺ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ 3 ഫോഴ്സസ് അൺനോൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പോൾ 3 ഫോഴ്സ് അൺനോൺ വെച്ചിട്ട് നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ഈ ഒരു എന്തെടുത്തു, നമ്മുടെ ഈ ബോഡി എടുത്തു. ബോഡിയാണ് എടുക്കുന്നതെങ്കിൽ ബോഡിയുടെ ഇക്വിലിബ്രിയം ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബോഡി എന്ന് വെക്കുക. അപ്പോൾ ആ ബോഡി എങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ ആ ബോഡി എന്ന് പറയുന്നത് സോറി ഈ ബോഡി ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ സർഫസ്, കോൺടാക്ട് സർഫസ്. അത് വരയ്ക്കണ്ടായിരുന്നു, ഫ്രീ ബോഡി ഡയഗ്രം അല്ലേ, പോട്ടെ. അപ്പം ഓൾറെഡി അതിൻ്റെ വെയിറ്റ് ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് ഒന്നുമില്ല, 1500 ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇനി രണ്ട് റിയാക്ഷൻസ്, ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിലും 2 എന്ന് പറയുന്ന പോയിന്റിലും, 1 എന്ന് പറയുന്ന പോയിന്റിലെ റിയാക്ഷൻ ടുവാർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും, ദാറ്റ് ഈസ് R1. 2 എന്ന് പറയുന്ന പോയിന്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ദാറ്റ് ബോഡി R2. അപ്പോൾ R2 ഈക്വലൊക്കെയാണ്. ഇനി നമുക്കറിയാവുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടെ വേറെ എന്തെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടോ, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് R2ൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, R1ൽ ഫ്രിക്ഷൻ ഫോഴ്സ്. R2ലെ ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, കാര്യം നമ്മൾ ഇവിടെ ഓൾറെഡി ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സർഫസിൽ. അതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ബോഡിയിലേക്ക് കയറുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്, ദാറ്റ് ഈസ് 0.3 R2. പിന്നെ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, ഈ ബോഡിയുടെ മോഷൻ അനുസരിച്ച് മാർക്ക് ചെയ്യാൻ പറ്റൂ. ഈ ബോഡി മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, ദാറ്റ് ഈസ് 0.3 ഇൻറ്റു R1. ഇപ്പോൾ ഇത്രയാണ് ഫ്രിക്ഷൻ ഫോഴ്സസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതിൻ്റെ എന്ത് വരയ്ക്കാൻ പോവാണ്, ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് ഫോഴ്സസ് മാത്രം വെച്ചിട്ട് ഒരു ഇത് വരയ്ക്കാൻ പോവാണ്. എക്സ് വൈ ആക്സസ് ഉണ്ടെങ്കിൽ ഇവിടെ വൈ ആക്സസിൽ താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന
ഫോഴ്സാണ് 1500 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ താഴേക്ക് ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഉണ്ട് 0.3 ഇൻറ്റു എന്തുണ്ട് R1 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെടുത്തു പിന്നെ R1 എന്ന് പറയുന്ന ഹോറിസോണ്ടൽ ഫോഴ്സാണ്, അത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് R1 ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദാറ്റ് ബോഡി. പിന്നെ അടുത്ത വേണ്ടത് R2 ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. R2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻഡ് ആണ്. R3 എന്ന് പറയുന്ന 0.3 R2 എന്ന് പറയുന്ന ഈ സാധനം എത്രയാണ്, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ 0.3 R2 എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. ഇനി ഇത് രണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എത്രയാണ് വേണം. R2 എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ എത്രയാണെന്നുണ്ട് 10 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഈ ഒരു സർഫസിൽ വരച്ച പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് വെർട്ടിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും, 10 ഡിഗ്രി തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി 10 ഡിഗ്രി. പിന്നെ അടുത്ത ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് ഇത് 10 ഡിഗ്രി ആണെങ്കിൽ ഇതും 10 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയായിരിക്കും, 10 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് R2ഉം R1ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 അൺനോൺ ഫോഴ്സേ ഉള്ളൂ. ഇവിടെ R3 R2 P 3 അൺനോൺ ആണ്. അപ്പോൾ 2 അൺനോൺ ഫോഴ്സ് ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഇത് ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് സം ഓഫ് എന്ത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹോറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഹോറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ റെസൊല്യൂഷൻ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി പോവാം. R1 എന്ന് പറയുന്നത് ഹോറിസോണ്ടലാണ്, റൈറ്റ് സൈഡിലേക്കാണ്, അത് പോസിറ്റീവായിട്ട് എടുത്തു R1. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് വരുന്നത്, പിന്നെ അടുത്ത എന്താണ് ഇതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് വരും. ഇത് ഹോറിസോണ്ടൽ മേക്ക് ചെയ്ത ആംഗിൾ 10 ആയതുകൊണ്ട് 0.3 ഇൻറ്റു R2 കോസ് 10 ആയിരിക്കും ആ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇതിൻ്റെ ആരോ ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഹോറിസോണ്ടലിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ വരും, ദെയർഫോർ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. പിന്നെ R1 എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ R2 എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ R2 വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് 10. അപ്പോൾ R2ൻ്റെ എന്ത് കമ്പോണൻ്റ് ആയിരിക്കും ഹോറിസോണ്ടൽ, സൈൻ 10 ആയിരിക്കും ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. കാര്യം 10 മേക്ക് ചെയ്യുന്നത് Y ആയിട്ടാണ്. അപ്പം Y കമ്പോണൻറ്റ് മാത്രമേ എന്ത് വരൂ, കോസ് വരൂ. സൈൻ കമ്പോണൻ്റ് ആയിരിക്കും എക്സ്. ഇനി ഇതിൻ്റെ ആരോ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ആരോ ലെഫ്റ്റിലോട്ട് നിൽക്കും, ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് R1 ഈസ് ഈക്വൽ ടു ഇത്ര എന്ന് R2 എന്ന് പറയുന്ന ടൈമിൽ വന്നു. ഇനി സിഗ്മ FY ഈസ് ഈക്വൽ ടു 0, അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുന്നു. വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് 1500 ന്യൂട്ടൺ താഴേക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്, അത് പോസിറ്റീവായിട്ട് എടുത്തു. പിന്നെ 0.3 R1 താഴേക്ക്, അപ്പോൾ പ്ലസ് 0.3 R1 എന്ന് പറയുന്നതും പോസിറ്റീവായിട്ട് എടുത്തു. പിന്നെ R2 എന്ന് പറയുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് R2 2 കമ്പോണൻസ് ഉണ്ട്. അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റും വരും, ഒരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റും വരും. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0.3 R2 ഇൻറ്റു എന്താണ് 0.3 R2-ന് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ 0.3 R2 ഇൻറ്റു എന്തായിരിക്കും, അത് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ 10 ആയിരിക്കും. അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. ഇതിനെ ഇങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ ആരോ വിൽ ബി താഴേക്ക്, ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് വരും അല്ലേ, മൈനസ് R2 കോസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ അൺനോൺസ് എന്ന് പറയുന്നത് R1ഉം R2 ആണ്. ഇതും അൺനോൺസ് R1ഉം R2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടേമിലേക്ക് ആക്കി അങ്ങ് വെക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് R1 ഇൻ ടേംസ് ഓഫ് R2 കണ്ടുപിടിക്കാൻ പോകും. ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുക. R1 ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് 0.3 R2 കോസ് 10 പ്ലസ് ഈ മൈനസ് ഒക്കെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് R2 സൈൻ 10. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമണ്ട് എടുക്കാം, R2 കോമണ്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും, 0.3 കോസ് 10 പ്ലസ് എന്ത് കിട്ടും, സൈൻ 10 എന്ന് കിട്ടും. അപ്പോൾ 0.3 കോസ് 10 പ്ലസ് സൈൻ 10 ചെയ്യുമ്പോഴത്തേക്ക് R1 ഈസ് ഈക്വൽ ടു ഇത്ര R2 എന്ന് കിട്ടും, അതായത് 0.47 R2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ 0.47 R2 ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നു, നമ്മുടെ ഈ ഒരു സംഭവത്തിലേക്ക്, ഈ ഒരു സാധനത്തിലേക്ക്. ഇവിടെ R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R2ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു സംഭവം ഈ R1ൻ്റെ സ്ഥലത്ത് നമുക്ക് ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R1 ഫുൾ R2ലുള്ള ഒരു ഇക്വേഷനായി മാറും. ഇപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ നിന്ന് 1500 മൈനസ് പ്ലസ് 0.3 ഇൻറ്റു R1ൻ്റെ സ്ഥലത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0.47 R2, പിന്നെ 0.47 R2 പ്ലസ് പിന്നെ ബാക്കിയുള്ള എന്താണ് 0.3 R2 സൈൻ 10 മൈനസ് R2 ഇൻറ്റു കോസ് 10 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം, R2 കോമൺ എടുക്കാം. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ടേംസിൽ നിന്ന് R2 കോമൺ എടുക്കാം, 1500. അപ്പോൾ ഏതൊക്കെ ടേംസിൽ നിന്ന് R2 കോമൺ എടുക്കാൻ നോക്കിക്കോളാം. 1500 ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് R2 കോമൺ എടുക്കാം, അതായത് പ്ലസ് R2 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് വരുന്ന 0.3 ഇൻറ്റു 0.47 മാത്രം വരും. ഇവിടെ നിന്ന് R2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, 0.3യും സൈൻ 10 പ്ലസ് 0.3 ഇൻറ്റു സൈൻ 10. പിന്നെ അടുത്ത് എന്താണ്, ഇവിടെ നിന്ന് R2 കോമൺ എടുത്താൽ ബാക്കി മൈനസ് എന്താണ്, കോസ് 10.
വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 1500 പ്ലസ് R2 ഇൻറ്റു ഒരു വാല്യൂ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ നിന്ന് R2 ഇൻറ്റു ഒരു വാല്യൂ ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -1500 എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഒരു മൈനസ് വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. മൈനസും വെട്ടിപ്പോവും. ഇവിടെ നിന്ന് R2 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1500 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ എന്ത് ചെയ്ത് കൊടുത്താൽ മതി. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 1894.63 ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ ആണ് നമുക്കവിടെ കിട്ടുന്നത്. സെയിം വാല്യൂ കിട്ടും കേട്ടോ, ഈ ഒരു ഇതിനാണ് ടെസ്റ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എഴുതുക. അപ്പോൾ R2ൻ്റെ വാല്യൂ അറിയാമല്ലോ. R2ൻ്റെ വാല്യൂ അറിയാമെങ്കിൽ R1 അറിയാമല്ലോ. R1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0.47 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1894.63 വിച്ച് ഇസ് ഈക്വൽ ടു R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R1ൻ്റെ വാല്യൂ എന്തോ കിട്ടും. അത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് നോക്കുക. അതാണ് R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ R2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വാല്യൂ ഉണ്ട്? R2 ഈസ് ഈക്വൽ ടു 1894.6 ന്യൂട്ടൺ എന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ എന്ത് ചെയ്തു? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുവാണ്. അപ്പോൾ ഇവിടെ അൺനോൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? R3യും Pയും മാത്രമേ ഉള്ളൂ. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് എക്സ് കമ്പോണൻറ്റ് വരുന്നത് എന്തിനൊക്കെയാണ്? ഇതിന് എക്സ് കമ്പോണൻറ്റ് വരും. എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എക്സിലേക്ക് സോൾവ് ചെയ്യുമ്പോൾ കോസ് കമ്പോണൻ്റ് അല്ല സൈൻ കമ്പോണൻറ്റ് വരും. R2 ഇൻറ്റു സൈൻ എത്ര വരും? 10 വരും. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചതെന്ന് ചുമ്മാ ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. പ്ലസ് ആണ്, കാര്യം റൈറ്റ് സൈഡിലേക്കാണ്. പിന്നെ അടുത്ത എന്താണ്? പ്ലസ് എന്താണ്? 0.3 ഇൻറ്റു എന്ത് വരും? R3. ഇതെന്ത് വരും? പ്ലസ് 0.3 ഇൻറ്റു R2ൻ്റെ എന്ത് കമ്പോണൻറ്റ്? കോസ് കമ്പോണൻറ്റ്, കോസ് 10. പിന്നെ വേറെ വല്ലതും ഉണ്ടാ? മൈനസ് പി, അതായത് പി എന്ന് പറയുന്നത് ഇങ്ങോട്ടുണ്ടേ, അത് മറന്നു വരും. മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇവിടെ എന്തൊക്കെയാണ് അൺനോൺ? R2 നമുക്കറിയാം. നമുക്ക് അൺനോൺ ആയിട്ട് R3യും Pയും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് R2ൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1894.6 ഇൻറ്റു എന്താണ്? സൈൻ 10 പ്ലസ് 0.3 ഇൻറ്റു R3 നമുക്ക് അറിഞ്ഞുകൂടാ, പ്ലസ് 0.3 ഇൻറ്റു R2ൻ്റെ കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1894.6 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? കോസ് 10 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും? ഇതിനൊരു വാല്യൂ കിട്ടും, ഇതിനൊരു വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് പറ്റും. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനേ പറ്റൂ. ടെസ്റ്റിലാണെന്ന് എഴുതിയിട്ടില്ല. 1894.6 ഇൻറ്റു സൈൻ 10. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് 328.9 കിട്ടും. പ്ലസ് 0.3 R3 പ്ലസ് ഇത് ചെയ്യുമ്പോൾ 0.3 ഇൻറ്റു 1894.6 ഇൻറ്റു കോസ് 10, ദാറ്റ് ഈസ് 559.7 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 328.9 ആഡ് ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് എത്ര വരും? ഇതവിടെ കിടക്കും, ഇതവിടെ കിടക്കും. ദാറ്റ് ഈസ് 0.3 R3 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടുന്ന പ്ലസ് നമ്മൾ പ്ലസ് എന്തുണ്ട്? 888.6 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് 0.3 R3 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് ഓഫ് 88.6. ഓക്കെ, അപ്പം R3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് R3ക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ R3ക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ടേംസ് ഓഫ് പിയോ അല്ലെങ്കിൽ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ടേംസ് ഓഫ് R3 ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇനി അടുത്ത സിഗ്മ ഇതിവിടെ തീരുമല്ലോടെ, ഇനി ഇപ്പുറത്തേക്ക് എടുത്തേ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇവിടേക്ക് ചെയ്യുകയാണ്. സിഗ്മ എഫ് വൈ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 0 എടുക്കുവാണ്. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. R2ൻ്റെ കോസ് കമ്പോണൻറ്റ് താഴേക്ക് വന്നു. ദാറ്റ് ഈസ് R2 കോസ് 10 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലി താഴേക്ക് വന്നു, അത് പ്ലസ് ആയി. പിന്നെ ഇതിനൊരു R3 എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വാർഡ്സ് ഉള്ള ഫോഴ്സാണ്. അപ്പോൾ R3 എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വാർഡ് ഇട്ടു, മൈനസ് R3 വന്നു. നെക്സ്റ്റ് ഈ 0.3 R2ൻ്റെ സൈൻ കമ്പോണൻറ്റ് മുകളിലേക്ക് വന്നു, മൈനസ് 0.3 R2
സൈൻ 10. ഇവിടെ നിന്ന് ഇനി നമ്മൾ എങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കാര്യം സമയമില്ല. അത് നിങ്ങൾ നേരത്തെ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇതിലൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് ചുമ്മാ സമയം കളയേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ നമുക്ക് R2 അറിയാം, R3 നമുക്ക് R2 അറിയാമല്ലോ, ഡയറക്റ്റ് R3 കിട്ടും. നമുക്കിവിടെ R2 എന്ന് പറയുന്നത് വെയിറ്റ് ഇവിടെ എടുത്തില്ലേ, സോറി ഇവിടെ വെയിറ്റ് വേണ്ടല്ലോ. അപ്പം എന്തൊക്കെയാണ് ഉള്ളത്? R2 എന്ന് പറയുന്നത് 1894.6, അതായത് 1894.6 ഇൻറ്റു എന്താണ് cos 10 മൈനസ് R3 മൈനസ് 0.3 ഇൻറ്റു 1894.6 ഇൻറ്റു എന്ത് കിട്ടും? സൈൻ 10 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് 1894.6 ഇൻറ്റു cos 10 മൈനസ് 0.3 ഇൻറ്റു 1894.6 ഇൻറ്റു സൈൻ 10. The value minus R3 plus 1767.1 which is equal to 0 എന്ന് കിട്ടും. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? R3 is equal to 1767.1 ന്യൂട്ടൺ. R3 നോൺ ആയല്ലോ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R3 അറിയാമെങ്കിൽ P കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് 0.3 ഇൻറ്റു R3യുടെ സ്ഥലത്ത് നമുക്ക് ഈ വാല്യൂ കൊടുക്കാം അല്ലേ? R3യുടെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? 1767.1 മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം? P മൈനസ് P വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 888.6 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 0.3 530 മൈനസ് P 0.1 ഉണ്ട്, ഞാൻ അതൊക്കെ കളയുക, 88.6. അവിടെ നിന്ന് P ഈസ് ഈക്വൾ ടു മൈനസ് P ഈസ് ഈക്വൾ ടു മൈനസ് 888.6 മൈനസ് 530.1 പ്ലസ് 88.6 ദാറ്റ് ഈസ് ഈക്വൾ ടു 14. കറക്റ്റാണ്, ശരിയായി. P ഈസ് ഈക്വൾ ടു മൈനസ് മൈനസും പ്ലസ് ആയി പോകും. മൈനസ് P ഈസ് ഈക്വൾ ടു മൈനസ് 1418.7 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് P ഈസ് ഈക്വൾ ടു നമുക്ക് എന്തെടുക്കാം? 1418.7 ന്യൂട്ടൺസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ചെയ്ത സാധനം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലുമായിട്ട് നമ്മൾ പഠിച്ച റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ബട്ട് നമ്മൾ ആ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എടുക്കുമ്പോൾ വെഡ്ജ് വെച്ചിട്ട് നമ്മൾ ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് അനുസരിച്ച് നമ്മൾ എന്ത് കാണാനറിയണം? അവിടുത്തെ ആ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ അറിയണമെന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം കളയാൻ അടുത്ത പോകില്ല. 3 പ്രോബ്ലം കൊണ്ട് നമ്മൾ തീർക്കുവാണ്. വെഡ്ജ് ഇത്രയേ ഉള്ളൂ, 3 ചോദിക്കാറുള്ളൂ. ദ 2 wedges A, B ആർ യൂസ്ഡ് ടു റൈസ് ദ അനദർ ബ്ലോക്ക് C. അപ്പോൾ എയും ബി ഉപയോഗിച്ച് C മൂവ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യും ഇതിനും. അപ്പോൾ ഇതിനൊരു അപ്വാർഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഇത് ലെഫ്റ്റിലേക്കും ഇതെങ്ങോട്ടും മൂവ് ചെയ്യും. ആ മോഷനാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. നമുക്കറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വരയ്ക്കേണ്ട വെഡ്ജിൻ്റെ എന്താണ്? ഇക്വിലിബ്രിയമാണ്. ബ്ലോക്ക് C വെയിറ്റ് 1000 ന്യൂട്ടൺ, സിയുടെ വെയിറ്റ് വന്നിട്ടുണ്ട്. അസ്യൂമിങ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് 0.25 ആണ് ഫോർ ഓൾ ദ സർഫസസ്. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് P. അതായത് P എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, വെയിറ്റ് പൊക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരെണ്ണം വരച്ചാൽ മതി, ഇത് അപ്പുറം സിമിലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് സർഫസ് ഇവിടെ ഉണ്ട്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ 2 സ്ഥലത്താണ് അവിടെ എന്ത് വരുന്നത്? കോണ്ടാക്ട് സർഫസസ് വരുന്നത്. അപ്പോൾ ആ കോണ്ടാക്ട് സർഫസസിന് എനിക്ക് എന്ത് കൊടുക്കുക? പേര് കൊടുക്കണം. അപ്പോൾ ഇതിന് 1 എന്നും ഇത് 2 എന്നും കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടാക്ട് സർഫസിലെ റിയാക്ഷൻ വരും, അവിടെ എല്ലാം ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വെഡ്ജിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെഡ്ജ് ക്രോസ് സെക്ഷൻ്റെ ഇക്വിലിബ്രിയം ഡയഗ്രാം ഇവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് A എന്ന് പറയുന്ന ബോഡി, അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറയുന്ന ഇങ്ങോട്ടുള്ള ഫോഴ്സ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ വരും. ഈ 1 എന്ന് പറയുന്ന സർഫസിലെ റിയാക്ഷൻ R1 ഉണ്ട്. ഈ ഒരു പോയിന്റിലെ റിയാക്ഷൻ എന്തുണ്ട്? R2 ഉണ്ട്. ആംഗിൾ ഒന്നും തന്നിട്ടില്ലേടി? ഇത് 120. ആംഗിൾ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിപ്പം മൊത്തത്തിൽ 120 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. കാര്യം പകുതി 60 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ 90 ആണ് അല്ലേ? അതായത് ഇത് ഇത്രയും കൂടെ 90 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ 90 - 60. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ആ ഇൻക്ലിനേഷൻ നമുക്ക് അറിയാമെങ്കിൽ, അതായത് ഇതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം മാർക്ക് ചെയ്യാം. ഈ R2 എന്ന് പറയുന്നത് വെർട്ടിക്കുലറായിട്ട്, അതായത് നമ്മുടെ ഈ പെർപെൻഡിക്കുലറായിട്ട് ആ സർഫസിൽ വരയ്ക്കുന്നത് സാധനം വെർട്ടിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ചെയ്തത്. ഇനി 2 സ്ഥലത്ത് നമുക്ക് എന്ത് വേണം? ഫ്രിക്ഷൻ ഫോഴ്സ് വേണം. ഒന്നെന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സർഫസ് ഫ്രിക്ഷൻ ഫോഴ്സ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി മ്യൂ ഇൻറ്റു R1. മ്യൂ എന്ന് പറയുന്നത് 0.25 ഇൻറ്റു R1. നൗ ഈ ഒരു സർഫസിൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ സർഫസിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് വരുന്നത്. അവിടുത്തെ ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മ്യൂ ഇൻറ്റു R2 ദാറ്റ് ഈസ് 0.25 ഇൻറ്റു
എന്തായിരിക്കും R2 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ അവിടെ മനസ്സിലായി. ഇനി ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്ര തന്നെയായിരിക്കും? ഇത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഇങ്ങനെ R2 വരുന്നു, അപ്പോൾ ഇത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ R2 ഈ ഒരു സർഫസിലല്ലേ പോകുന്നത്. R2 എന്ന് പറയുന്നത് അതായത് μ×R2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ R2 എന്നല്ല, ഈ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് μ×R2 എന്ന് പറയുന്ന ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് 30 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 30. ഇത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ ഒരു ലൈൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഇത് എക്സും ഇത് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്, വിച്ച് ഈസ് എന്താണ് R2 എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് ഫോഴ്സ്. അത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്, അതെന്ന് പറയുന്നത് എത്രയാണ്? 0.25 R2 ആണ്. അതെന്ന് പറയുന്നത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഇവിടെ നിങ്ങളുടെ ഹോറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, ഇതെന്താണ്? μ×R2. അതിപ്പോൾ ഇവിടെ എന്തായി? അത് ഒരു ഫോഴ്സ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈ μ×0.25 R2 അല്ലല്ലോ, R1 0.25 R1. ഇനി വെർട്ടിക്കലി അപ്വാർഡ് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, വിച്ച് ഈസ് എന്താണ്? R1 എന്ന് പറയുന്ന റിയാക്ഷൻ. പിന്നെ എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ഈ ഫസ്റ്റ് മോഡ്യൂളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫ്രിക്ഷനും മര്യാദയ്ക്ക് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പഠിക്കാൻ പറ്റാവൂ, അല്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇതിൽ അൺനോൺ ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. R2 ഇല്ല, R1. ഇത് കാര്യം നിങ്ങൾ വെഡ്ജ് തന്നെ ആദ്യം വരയ്ക്കണം, അല്ലെങ്കിൽ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇത് വെച്ച് R2 ആയി, R1 ആയി, പിന്നെ എന്താണ് R2 R1 P. അപ്പോൾ 3 അൺനോൺസ് ആയി. അപ്പോൾ ഇത് ആദ്യം എടുക്കരുത്. നമ്മൾ എന്താണ് ഈ വലിയ വെഡ്ജ് തന്നെ ആദ്യം എടുത്ത് ചെയ്യുക. അപ്പോൾ ഈ വെഡ്ജല്ല, വലിയ ആ ബോഡി, നമ്മുടെ ലിഫ്റ്റ് ചെയ്യേണ്ട ബോഡി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ബോഡി. അപ്പോൾ എവിടെയൊക്കെ കോൺടാക്ട് സർഫസ് ഉണ്ട്? ഇവിടെയും കോൺടാക്ട് സർഫസ് ഉണ്ട്, ഇവിടെയും കോൺടാക്ട്. അപ്പോൾ 1 2 ഈ കോൺടാക്ട് സർഫസിനെ ഞാൻ എന്തെന്ന് എടുത്തു? 3 എന്ന് എടുത്തു. 3 സ്ഥലത്ത് റിയാക്ഷൻസ് വരുന്നു. അപ്പോൾ ഇത് രണ്ട് സിമെട്രിക് ആയതുകൊണ്ട് രണ്ട് റിയാക്ഷൻസും ഒരേപോലെയാണ്. അതായത് ഒരേപോലത്തെ വെഡ്ജസ് ആണ്, ഒരേപോലത്തെ ആണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷനും ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷനും എന്താണെന്ന് നമുക്ക് എടുക്കാം? സിമിലർ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് എടുക്കാം. അതായത് R2 ഈസ് ഈക്വൽ ടു R3 എന്ന് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം? അസ്യൂം. R2 ഈസ് ഈക്വൽ ടു R3 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ബിക്കോസ് എന്താണ്? എല്ലാം ഒരേപോലെ, ഒരേ സർഫസ്, ഒരേ ഇത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ന്യൂട്ടൺ ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇവിടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു R2 എന്ന് പറയുന്ന റിയാക്ഷൻ വരും. അപ്പോൾ ഇവിടെയും എന്താണ്? R2 എന്ന് പറയുന്ന റിയാക്ഷനായിട്ട് തന്നെ കൊടുത്താൽ മതി. R2 ഈസ് ഈക്വൽ ടു R3. അപ്പോൾ ഈ ഒരു സർഫസിൽ 2 എന്ന് പറയുന്ന റിയാക്ഷൻ സെയിം ഇവിടെയും സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ നോക്കേണ്ടത്, ഈ സർഫസിൽ നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെഡ്ജ് മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടുന്ന് മുകളിലേക്കായിരുന്നു. അപ്പോൾ ഇതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് താഴേക്കായിരിക്കും അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് 0.25 എന്താണ് R2. ഇത് സെയിം ഈക്വൽ. അപ്പോൾ ഇവിടെയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്, ഈ സർഫസിന് പാരലായിട്ട്. ദാറ്റ് ഈസ് 0.25 R2. ഇനി അവിടെ ഒന്നും മാർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഹോറിസോണ്ടൽ ഇത് ആംഗിൾ അറിയാമല്ലോ. ഇത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഹോറിസോണ്ടലായിട്ട്. കാര്യം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 30 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് പറയേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പിന്നെ ഇത് സർഫസ് ഓഫ് കോഴ്സ് ഇത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് എനിക്കറിയാം, 30 ആണെന്ന് അറിയാം. കാര്യം നമ്മുടെ ഈ സർഫസ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഈ സർഫസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ആ സർഫസ് വരച്ച പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു XY ആക്സിസിലേക്ക് ഇതിനെ എന്ത് ചെയ്താൽ, പ്രൊജക്റ്റ് ചെയ്താൽ, Y ആക്സിസിന് താഴേക്ക് വെർട്ടിക്കലി ഡൗൺവാർഡ് നമുക്ക് ഒറ്റ ഫോഴ്സേ ഉള്ളൂ. ദ വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് 1000 ന്യൂട്ടൺ. R2 അത് ഇൻക്ലൈൻഡ് ആണ്. R2 ഇൻക്ലൈൻഡ് ആയിട്ട് ആദ്യം വരച്ചു. ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സാധനം അതിപ്പുറത്ത് R2 വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പുറത്തെ പോലെ തന്നെ ഇപ്പുറത്തും. പിന്നെ 0.25 R2 എന്ന് പറയുന്നത് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 0.25 എന്താണ് R2 എന്ന് പറയുന്നത്. ഈ 0.25 R2 എന്ന് പറയുന്നത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ആണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, ഇവിടുത്തെ റൈറ്റ് സൈഡിൽ പോയി തന്നെ ലെഫ്റ്റ് സൈഡിലും 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും അതേമാതിരി എന്തുണ്ട്? 0.25 R2 മേക്ക് ചെയ്യുന്നുണ്ട്. അത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 30 ഡിഗ്രി തന്നെയാണ്. R2 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഹോറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 30 ഡിഗ്രി തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ FX അല്ലെങ്കിൽ FY ഈക്വൽ ടു 0 ആദ്യം എടുക്കാം. സിഗ്മ FY ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ഫോഴ്സ് ഫസ്റ്റ് 1000 ന്യൂട്ടൺ താഴേക്ക് വന്നു. 1000 ന്യൂട്ടൺ പോസിറ്റീവ് ഇട്ടു. ഇനി ഇത് താഴേക്കായിരിക്കും വരുന്നത്. ഇതിന് എന്ത് കമ്പോണൻ്റ് ആണ്? സൈൻ കമ്പോണൻ്റ് ആണ്. 0.25 R2 സൈൻ 30 അത് താഴേക്ക് വന്നു, പോസിറ്റീവ് ഇട്ടു. ഇനി ഇതും സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ 0.25
R2 ഇൻറ്റു സൈൻ കമ്പോണൻ്റ് ആണ് സൈൻ 30. അപ്പോൾ 2 ഇൻറ്റു ചെയ്യേണ്ടി വരും പ്ലസ് അത്രയേ ഉള്ളൂ, അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് മുകളിലേക്കാണ് -R2 ഇൻറ്റു കോസ് എന്തായിരിക്കും 30 ആയിരിക്കും, മുകളിലേക്കാണ് -1. ഇപ്പുറത്തും എന്താണ് -R2 ഇൻറ്റു കോസ് 30 ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു 0. തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് R2വിലും എന്തിലുമുള്ള എല്ലാ R2 ആണ്, എല്ലാ R2 ആണ്. അപ്പോൾ എല്ലാ R2വിൽ കിടക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ R2വിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്തിൻ്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, R2വിൻ്റെ സംഭവം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് 6 കോമൺ എടുക്കുക, ബാക്കി പ്രോബ്ലംസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. R2 കോമൺ ആയിട്ട് എടുക്കുക, എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കുക. ഇപ്പോൾ 1000 ന്യൂട്ടൺ ഇപ്പുറത്ത് കിടക്കും, ബാക്കി ഇതിൽ നിന്നും R2 കോമൺ ആയിട്ട് എടുക്കുക, ബ്രാക്കറ്റിനകത്തുള്ള സാധനങ്ങൾ ചെയ്യുക, 1000 ന്യൂട്ടൺ അപ്പുറത്ത് കൊണ്ടുപോകുക, ഡിവൈഡ് നമുക്ക് ആൻസർ ആവും. R2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 674.74 ന്യൂട്ടൺ എന്ന് കിട്ടും. ചെയ്ത് നോക്കാം. R2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമുക്ക് ഇതിൽ പിന്നെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, സം ഓഫ് ഹോറിസോണ്ടൽ ഫോഴ്സ് വെർട്ടിക്കൽ എടുത്ത് ചെയ്താലും നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഇവിടെ നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഹോറിസോണ്ടൽ ഫോഴ്സ് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ R2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നറിയാം, 674.7 ന്യൂട്ടൺ എന്നറിയാം. അപ്പോൾ ഇതിന് R1ഉം P മാത്രമേ അവിടെ എന്തായിട്ടുള്ളൂ, അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുന്നു. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് വൈ ആക്സിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ അത് കോസ് കമ്പോണൻ്റ് ആണ്. ദറ്റ് ഈസ് R2 ഇൻറ്റു കോസ് 30. അത് വെർട്ടിക്കലി ഡൗൺവാർഡ് പോസിറ്റീവ് കിട്ടും. പിന്നെ ഇത് അതിന് കമ്പോണൻ്റ് ഇല്ല, ഇതിന് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, അതെന്ന് പറയുന്നത് മൈനസ് കമ്പോണൻ്റ് ആയിരിക്കും. 0.25 ഇൻറ്റു R2 ഇൻറ്റു എന്താണ് സൈൻ 30 വരും. ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാമേ, ചുമ്മാ പറയുന്നതല്ലേ. പിന്നെ -R1 വിച്ച് ഈസ് ഈക്വൽ ടു 0. R2 നമുക്കറിയാം, R2വിൻ്റെ വാല്യൂസ് എത്രയാണ്, 674 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു നമുക്ക് ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ 500 ന്യൂട്ടൺ. R1 500 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് R2 എന്ന് പറയുന്നത് സാധനം വെച്ചിട്ട് 500 ന്യൂട്ടൺ കിട്ടി. ഇനി സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. എഫ് എക്സ് ആകുമ്പോഴത്തേക്ക് P പോസിറ്റീവാണ് റൈറ്റ് സൈഡിലേക്ക്, മൈനസ് എന്തുവാ R2വിൻ്റെ സൈൻ കമ്പോണൻ്റ്, അതായത് R2 സൈൻ 30 മൈനസ് 0.25 R1, അതും പ്രശ്നമല്ലല്ലോ, R1 ലെഫ്റ്റ് സൈഡിലേക്ക്. ഇത് -0.25 ഇൻറ്റു R2 ഇൻറ്റു കോസ് 30 അല്ലേ, ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് വരും. ഇത്രയും കാര്യങ്ങൾ ഈക്വൽ ടു 0. R2 നമുക്കറിയാം, അതേപോലെ R1 നമുക്കിവിടെ അറിയാം. അപ്പോൾ Pയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെല്ലാം വാല്യൂസ് കൊടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 608.46 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അത്രയും കാര്യങ്ങളായത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതായി 2 wedges A and B are used to raise the another block C veneer. ഇനി നമുക്ക് എന്തിലേക്ക് പോകുന്നു, അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു. കാര്യം പെട്ടെന്ന് തീർക്കണം. ഇതിപ്പോൾ എത്ര മണിക്കൂറായത്, 37 മിനിറ്റ്, അരമണിക്കൂറായതേ ഉള്ളൂ. ഇത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കൂടെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, അത് നോക്കിയാൽ മതി. അവിടെ ഞാൻ ടെസ്റ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിടുന്നതാണ്, നോക്കിക്കോളാം. കോപ്പി റൈറ്റ് അടിച്ച് പോകുമെന്തോ, എന്നാലും ഇട്ടേക്കാം. 2 blocks A and B are resting against a wall. ഇത് ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം വരച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യും, നിങ്ങൾ ബാക്കി ചെയ്തോളുക, അല്ലെങ്കിൽ വലിയ ഇതായിട്ട് പോകും. സൊല്യൂഷൻ ഞാനിത് ഫോട്ടോ എടുത്തിരിക്കുക. 2 blocks A and B are resting against a wall and the floor are shown in figure. വാളിനും ഫോളിനും ആയിട്ടാണ്. Find the range of value of force P applied to the lower block P, so which the system remains in equilibrium. Coefficient of friction is 0.25 at the floor. അത് ഫ്ലോറിൽ 0.25 ആണ്, ഇവിടെയും 0.25 ആൻഡ് 0.3 അറ്റ് ദ വാൾ. അപ്പോൾ വാളിൽ, അപ്പോൾ ഇതാണല്ലോ വാള്, ഇതെന്ന് പറയുന്നത് എന്താണ്, ഫ്ലോറാണ്. അപ്പോൾ ഇത് വോളും ഇത് ഫ്ലോറും. ആൻഡ് 0.2 ബിറ്റ്വീൻ ദ ബ്ലോക്സ്. അപ്പോൾ ഇതിനിടയ്ക്ക് 0.2. അപ്പോൾ എല്ലാ സ്ഥലത്തും വ്യത്യാസമാണ്, അത് നോക്കിയിടണം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്ത് വരും, റിയാക്ഷൻസ് വരും. ഇവിടെ റിയാക്ഷൻ വരും. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ ഞാൻ 1 എന്ന് പറയുന്ന പോയിൻ്റായിട്ട് എടുത്തു. ഇതെന്ന് പറയുന്ന 2 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ്, ഇത് 3 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ്. അപ്പോൾ 3 സ്ഥലത്ത് റിയാക്ഷൻസ് വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൂവ്മെൻറ്റ് ഉള്ള സാധനം, അതായത് P ആണ് ഇങ്ങോട്ട് വെഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇത് മുകളിലേക്ക് ലിഫ്റ്റ് ആവപ്പെടുന്നു അല്ലേ. അത് അങ്ങനെയല്ലേ ഇതിൻ്റെ മോശം വരുന്നത്. മോശം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു സർഫസിൻ്റെയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ടെസ്റ്റിൽ തിരിച്ചായിരിക്കും വരച്ചിരിക്കുന്നത്, പക്ഷേ ആ സർഫസിൻ്റെ വരച്ചാലേ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് P എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, P ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് റിയാക്ഷൻസ് വരുന്നത് R3യിലും റിയാക്ഷൻ വരും, പിന്നെ എന്താണ്
ഈ R2-ൽ ഇവിടെയും റിയാക്ഷൻ വരും. ഇനി നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓൾറെഡി ഇവിടെ ഇതിൻ്റെ കൺസിഡർ ചെയ്യണം. വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്തേ പറ്റൂ. അതാണ് ഇവിടുത്തെ ഈ ഒരു വെഡ്ജിൻ്റെ പ്രത്യേകത 500 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മോഷൻ എങ്ങനെയാണ്? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പം ഇവിടുത്തെ മോഷൻ എങ്ങനെ വരുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നു. വാട്ട് ഈസ് എ മോഷൻ? അപ്പോൾ ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ, കാര്യം ഇവിടെ 1000 ന്യൂട്ടനാണ്. അതായത് ദ 2 ബ്ലോക്സ് എ ആൻഡ് ബി ആർ, ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ബിക്കും ഇതുണ്ട്, പക്ഷേ ഇവിടെ മോഷൻ ഇങ്ങോട്ട് നടക്കുന്നില്ല. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂ പി സോ ദാറ്റ് ദ സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റം എന്തായിട്ടിരിക്കണം? ഇക്വിലിബ്രിയത്തിലായിട്ടിരിക്കണം. അതായത് നമുക്ക് ഇതിൽ ഒരു മിനിമം വാല്യൂ ഉണ്ടാവും, ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും. അപ്പം ഈ പിയുടെ റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൻ്റെ ഉദ്ദേശം. അപ്പം മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ പി ഒരു മിനിമം ഫോഴ്സാണ്. പി എന്ന് പറയുന്നത് പി അപ്ലൈഡ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് മിനിമം ആണ്. അതായത് പി മിനിമം ആണ്. അതായത് ഇക്വിലിബ്രിയത്തിലിരിക്കാനുള്ള മിനിമം ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് എ എന്ന് പറയുന്നത് താഴേക്കും ബ്ലോക്ക് ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കും വരും. പി കുറവാണ്. പിയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ ദ ഇക്വിലിബ്രിയം വാല്യൂ ഓഫ് പി. അതായത് നമുക്കത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടി കുറഞ്ഞ ഫോഴ്സാണ് നമ്മൾ പി ഇവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബോഡി താഴേക്ക് മൂവ് ചെയ്യും, ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതായത് എ മൂവ്സ് ഡൗൺവാർഡ്സ് and P moves towards right. അതായത് ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും, മൂവിങ് അല്ല. പക്ഷേ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന മിനിമം ഫോഴ്സാണ്, പി എന്ന് പറയുന്ന മിനിമം ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇത് താഴേക്കും ഇതെന്ത് ചെയ്യും? ഇത് താഴേക്ക് വന്നാൽ ഓഫ് കോഴ്സ് ഇതെന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് പോകും. ഇനി രണ്ടാമത്തെ കേസുണ്ട്. പി എന്ന് പറയുന്നത് നമ്മളാണ് ഫോർ പി റിക്വയർഡ് ടു ജസ്റ്റ് മൂവ് ദ ബ്ലോക്ക് എ അപ്വാർഡ്സ്. അതായത് പി എന്ന് പറയുന്നത് മാക്സിമം എന്നുള്ള കേസ്. പി മാക്സിമം വരുമ്പോൾ എ എന്ന് പറയുന്നത് എങ്ങോട്ട് മൂവ് ചെയ്യും? ജസ്റ്റ് ഒരു മൂവ്മെൻ്റാണ് ഈ പറയുന്നത് കേട്ടോ. എ മൂവ്സ് അപ്വാർഡ്സ് ആൻഡ് എ മുകളിലേക്കും പോവും. അപ്പോൾ എന്താണ്? ബി എന്ന് പറയുന്നത് മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. അതെങ്ങോട്ടേക്ക് പോകും? ഇങ്ങോട്ടല്ലല്ലോ, ഇത് ബി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് പോകും. പി മൂവ്സ് ലെഫ്റ്റ്. അപ്പോൾ ഈ പി മാക്സിമവും പി മിനിമം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് ഇവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ മോഷൻ കൺസിഡർ ചെയ്തിട്ട് രണ്ട് രീതിയിലുള്ള എന്ത് കണ്ടുപിടിക്കുക? പി കണ്ടുപിടിക്കുക. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ വൃത്തിയോടെ മനസ്സിലാക്കിയില്ലെങ്കിൽ പെടും. ട്രാപ്പ് 1, ട്രാപ്പ് 2. അപ്പോൾ നമ്മൾ ഏതാണ് ആദ്യം വേണ്ടതെന്നുള്ളത് ആദ്യം മിക്സ് ചെയ്യുക. ഞാൻ ട്രാപ്പ് 2 ആദ്യം എടുക്കുന്നു. നമ്മൾ നോർമലി ചെയ്യുന്നത് പി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, ഇതിനെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. പി മാക്സിമം ആവുന്ന കണ്ടീഷനാണ് നമ്മളത് എടുക്കുന്നു. തിരിച്ചുള്ള കണ്ടീഷൻ നമ്മൾ പി മിനിമം എന്ന് എടുക്കുന്നു. രണ്ട് രീതിയിലും ചെയ്തു പോകുന്നു, പി കണ്ടുപിടിക്കുന്നു. ഇത്രയുള്ള ആൻസർ. അപ്പോൾ ഇതിൽ നമ്മൾ വേണ്ടത് പി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനാണ് അതാണ്. പി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം. ഇത് എഴുതി വെക്കണം കേട്ടോ. പി മാക്സിമം ആ സമയത്ത് എന്തൊക്കെ മൂവ്മെൻ്റ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എ എന്ന് പറയുന്നത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? അപ്വാർഡ്സ് മൂവ് ചെയ്യും. ബി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് പി നമുക്ക് മാക്സിമം ഉദ്ദേശിച്ചത് ഇക്വിലിബ്രിയത്തിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതലാവുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്വിലിബ്രിയത്തിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും, അങ്ങോട്ട് മൂവ് ചെയ്യൽ ഇങ്ങോട്ട് മൂവ് ചെയ്യൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇത് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒരു സർഫസിൽ അതിന് ഓപ്പോസിറ്റ് വരും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു, അതായത് മ്യൂ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അപ്പോൾ 0.25 ഇൻറ്റു
R3. ഇനി അടുത്ത നമ്മൾ ഈ ഒരു സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഇത് മുകളിലേക്ക് അപ്വാർഡാണ്. അപ്പോൾ ഇത് എന്ത് വരും? റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിന് എന്തായിട്ടേ വരൂ? ഇതിന് ഓപ്പോസിറ്റായിട്ടേ വരത്തുള്ളൂ. റിയാക്ഷൻ അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിന് ഓപ്പോസിറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിന് മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അപ്പം ഈ ഒരു ബോഡി ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, ഈ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അപ്പോൾ ഈ മോഷന് ഇത് ഇങ്ങോട്ടുള്ള മോഷനാണ്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ദാറ്റ് ഈസ് അവിടുത്തെ 0.2 × R2. ഇനി ഇത് റിസോൾവ് ചെയ്യുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇവിടെ നമുക്ക് അൺനോൺ ഫോഴ്സസ് എന്ന് പറയുന്നത് P ഉണ്ട്, R3 ഉണ്ട്, R2 ഉണ്ട്. നടക്കൂല. അപ്പോൾ എയും കൂടെ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ വന്നു, ഈ ഒരു സർഫസ് ഇങ്ങനെ വന്നു, ഇപ്പോൾ ഇവിടെ ഒരു ബോഡി ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 1000 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ 1000 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ ഈ ഒരു പോയിന്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് വന്നു? ഇവിടെ നമ്മൾ R2 അല്ലേ കൊടുത്തത്, അപ്പോൾ അതേ സാധനം തന്നെ ഇവിടെ R2 ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ സർഫസിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സർഫസിൽ എടുക്കുമ്പോഴത്തേക്ക് റിയാക്ഷൻ അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് 0.2 R2 ആയിട്ട് വരും. ഇനി അടുത്തത് നമുക്കറിയാം, ഈ R1 ഇവിടെ റിയാക്ഷൻ വന്നു. എന്താണ് R1 എന്ന് പറയുന്ന റിയാക്ഷൻ വന്നു. ഇത് മുകളിലേക്കല്ലേ പോകുമെന്ന് പറഞ്ഞു, എ അപ്വാർഡ് പോകുന്നു. അപ്പോൾ അതിന് താഴേക്ക് എന്താണ് 0.3 × R1 വന്നു. ഇനി ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻസ് നമുക്കറിയാം. ഇത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇതിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 60 ആണ്. അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന 60 ആണ്. ഇത് ഹൊറിസോണ്ടൽ ഇതുമായിട്ട് മേക്ക് ചെയ്യുന്നതും 60 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ലൈൻ ഡയഗ്രാം വരച്ചൂടെ? എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്തൂടെ? എന്തൊക്കെ അൺനോൺ ആണ്? R1ഉം R2ഉം അൺനോൺ ആണ്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R1ൻ്റെ വാല്യൂ കിട്ടും, R2ൻ്റെ വാല്യൂ കിട്ടും. ചെയ്ത് നോക്കുക. സൊല്യൂഷൻ ഞാൻ ഇതിലിട്ടേക്കാം. R1ഉം R2ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് 27027.03 ന്യൂട്ടൺ. ചെയ്തു നോക്കണം, ഇത്തിരി പണിയുണ്ട്. R1 എന്ന് പറയുന്നത് R1 ആണെന്ന് തോന്നുന്നു. R1ൻ്റെ വാല്യൂ എവിടെയാണ്? R1 ഈസ് ഈക്വൽ ടു അവർ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ R1 ഈസ് ഈക്വൽ ഇത്ര R2 എന്ന് കിട്ടും, 0.966 R2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ. ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R3യും കിട്ടും, Pയും കിട്ടും. R3യുടെ വാല്യൂ നമുക്കറിയാം. R3 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 9337.84. ഇതിൻ്റെ ഇംഗ്ലേഷൻസ് അറിയാമല്ലോ. R2 ഇതാണ്. അപ്പം R2 വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 60 ആയിരിക്കും. അതായത് പെർപെൻഡിക്കുലർ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന 60 ആയിരിക്കും. ഇത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത്, അതായത് പാരലൽ എന്ന് പറയുന്ന ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് റിസോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. R3യുടെ വാല്യൂ 3 ന്യൂട്ടൺ എന്ന് കിട്ടും. അവിടെ നിന്ന് Pയുടെ വാല്യൂ എന്ന് പറയുന്നത് 28,443.26 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടീഷനാണ്. ഇനി തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നു. ഫസ്റ്റ് കണ്ടീഷനിൽ P എന്ത് ചെയ്യുന്നു? മിനിമം ആയിട്ട് കണ്ടീഷനും. P മിനിമം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ അപ്വാർഡ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇത് താഴോട്ട് വരുന്നു എന്ന് പറയുന്നു. എ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഡൗൺവാർഡ്സ് മൂവ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ആ സമയത്ത് B എന്ന് പറയുന്നത് ടുവാർഡ്സ് മൂവിങ് റൈറ്റ്. അപ്പോൾ B റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം വരയ്ക്കുമ്പോഴത്തേക്ക് B എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് മൂവിങ് റൈറ്റ്. P എന്ന് പറയുന്നത് ഇങ്ങോട്ട് തന്നെ അപ്ലൈ ചെയ്യുക. 500 ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ R3 ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ R3 ഉണ്ട്, ഇവിടെ നമുക്ക് എന്തുണ്ട്? R2 ഉണ്ട്. ഇതിൻ്റെ നേരെ റിവേഴ്സ് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ദാറ്റ് ഈസ് ഇത് ലെഫ്റ്റ് ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ്, ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരും. 0.25 × R3 ഇവിടെ വരും. ഇനി അടുത്ത ഈ ഒരു സമയത്ത് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിപ്പം ബിയും ഇതിപ്പോൾ എയും അല്ലേ? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അതായത് ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് 0.2 R2 ഇങ്ങനെ ഇടും. ബാക്കിയെല്ലാം പഴയ പോലെ. അപ്പോൾ ഈ ഒരു സാധനം സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എന്തൊക്കെയാണ്? ഇവിടെ P ഉണ്ട്, R3 ഉണ്ട്, R2 ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എ എടുക്കുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്ന ബോഡി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? വെർട്ടിക്കലി 1000 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ R3 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി, R1 എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഉണ്ട്, R2 എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെയുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് ലെഫ്റ്റ് താഴേക്കാണ്, ഡൗൺവാർഡാണ് നമ്മളെ എന്ത് വരുന്ന റിയാക്ഷൻ വരുന്ന R2. അപ്പോൾ ഇവിടെ നിന്ന് എന്തുമായിരിക്കും? അപ്വാർഡായിരിക്കും ഇവിടുത്തെ റിയാക്ഷൻ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 0.2 R2 ഇവിടെ കൊടുക്കും. പിന്നെ ഇത് ഡൗൺവാർഡാണ്, ഇത് ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഡൗൺവാർഡ്സ് ആണ്. അപ്പം ഈ ഒരു സർഫസ് ഡൗൺവാർഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വെർട്ടിക്കലി അപ്വാർഡായിരിക്കും അവിടുത്തെ എന്ത് വരുന്ന റിയാക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് 0.3. അവിടുത്തെ μ 0.3 ആണ്, 0.3 × R1.
ഇൻക്ലിനേഷൻ അറിയാമല്ലോ, ഇത് ആംഗിൾ 60, ഇത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇത് സോറി ഈ പാരലൽ ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എന്ത് തന്നെയാണ്, 60 ഡിഗ്രി തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R1 ആൻഡ് R2. R1ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0.766 R2 എന്ന് കിട്ടും. R2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1107.66 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R3 വിച്ച് ഇസ് ഈക്വൽ ടു 1244.68 ന്യൂട്ടൺ എന്ന് കിട്ടും. പിന്നെ വാല്യൂ ഓഫ് P വിച്ച് ഇസ് ഈക്വൽ ടു 537 കറണ്ട് വേണേ. അപ്പോൾ എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. 537 ന്യൂട്ടൺ എന്ന് കിട്ടും. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള സാധനം നോക്കിയാൽ മതി. അതെ, ഒരു ടെലഗ്രാം ഗ്രൂപ്പും കൂടെ തുടങ്ങാനുള്ളൊരു ഉദ്ദേശമുണ്ട്. കാര്യം അല്ലാതെ ഒരു രക്ഷയില്ല. കാര്യം ഈ ഡൗട്ടെല്ലാം കൂടെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി നിങ്ങൾ ജോയിൻ ചെയ്തേക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.